ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഈ പരിശുദ്ധമായ ഖുർആന്റെ അല്ലാഹു കടത്തിരെ ലിതുൻദിറ ഖൗമൻ ഒരു കൂട്ടാൽമാർക്ക് എച്ചരിക്ക കൊടുക്കണതിനായിട്ടിക്കറി ഈ പരിശുദ്ധമായ ഖുർആന്റെ അല്ലാഹു കടത്തിരെ എങ്ങനത്തെ ഒരു സമുദായമാക്കുന്നുണ്ടെങ്കിൽ മാ ഉൻദിറ ആബാഉഹും അങ്ങനെ അബ്ബമാർക്ക് അല്ലെങ്കിൽ അങ്ങനെ പൂർവികന്മാർക്ക് ഒരു എച്ചരിക്ക കൊടുക്കുന്ന ഒരു പ്രവാചകന്മാരും ഇല്ലാത്ത കാരണത്തില് ഫഹും ഗാഫിലൂൻ അങ്ങ അന്തം കമ്മിയായ ആൾമാരായി പോയാർ. അല്ലണ്ടെങ്കിൽ അങ്ങ അശ്രദ്ധയില്ലാത്ത ആൾമാരായി പോയാർ, ശ്രദ്ധമേ ഇല്ലാത്ത ആൾമാരായി പോയാർ. എന്താക്കേണ്ടെങ്കിലും അത് ഓക്കെ ചൊല്ലെ ആ ഒരു ടൈപ്പിൽ അങ്ങായി പോയാർ. ചൊന്നുണ്ടെങ്കിൽ അണ്ടത്തെ കാലത്തില് എന്താക്കേണ്ടെങ്കിലും അത് എതിർക്കിടാൻ ആരുമില്ല. കാരണം എന്താ ചൊന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തില് എതിർക്കിടെ ആൾമാർ ആരും ഇല്ലാത്ത എല്ലാ പ്രവാചകന്മാരും ഇല്ലാത്ത ഒരു സന്ദർഭമായിട്ടിക്കര് ആ ഒരു സന്ദർഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പണ്ടേ ആ ഒരു സന്ദർഭ ജനനാവുടെ സന്ദർഭത്തില് ഒരു പ്രവാചകന്മാരും ഇല്ലാത്ത ഒരു സമുദായത്തിലായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പ്രവാചകനായിട്ട് പണ്ട്. അപ്പ ഖുർആൻ ചൊല്ലുന്നു ഫഹും ഗാഫിലൂൻ അങ്ങക്ക് ടോട്ടലി അങ്ങ് അശ്രദ്ധയായ ആൾമാരായി പോയാറ് ചൊന്നിട്ടായിട്ടിക്കര് ഖുർആൻ ചൊല്ലുണ്ടെങ്കിൽ ഇമാമിങ്ങ ഈ ആയത്തിനെ വ്യാഖ്യാനാക്കിയിട്ട് ഇതേപോലെ അശ്രദ്ധ ഉള്ള ആൾമാർ ഞങ്ങളെ കൂട്ടത്തിലും ചൊമ്മ ആൾമാരുള്ള ആൾ ചൊന്നിട്ടായിട്ടിക്കര്. ചില ആൾമാർ ഖുർആൻ ഓതുമ്പത്തിക്ക് ചില ആൾമാർക്ക് ഗഫ്ലത്തായിട്ടിക്കര്. ഖുർആൻ എങ്ങനെ പിടിക്കണോ ചൊന്നിട്ട് പോലും കുത്തില്ല. റുബ്ബ താലിൽ ഖുർആൻ എത്രമാ ഖുർആൻ ഓതുരാൽമാരുള്ളാറ് യഥാർത്ഥത്തില ഖുർആനെ അങ്ങക്ക് ശാപബീക്കറ് ചൊന്നിട്ടായിട്ടിക്കര് അള്ളാഹുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും. കാരണം എന്താ ചൊല്ലുണ്ടെങ്കിൽ ഖുർആനുകുള്ള മര്യാദ കൊടുക്കാണ്ട് ഖുർആൻ ഓതുര കാരണത്തിലായിട്ടിക്കര്. ഖുർആൻ ഓതുമ്പത്തുകു ഒരിക്കലും ഖുർആന്റെ എതിർക്ക് കാൽ നീട്ടിട്ട് ഖുർആൻ ഓതു തീരാ ചൊന്നിട്ടായിട്ടിക്കര്. ചില ആൾമാർ ഖുർആൻ ഓതുര സ്റ്റൈല് നോക്കിണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ പോലും അങ്ങനെ ഓതല അതിനെ കാണോ മോഡലായിട്ടിക്കര് ഖുർആൻ ഓതുര്. അതിക്ക് ഒരു നിലയും വിലയും കൊടുക്കാത്ത ഒരു പരിസ്ഥിതി ആയിട്ടിക്കര് ഇണ്ടിപ്പ ഞങ്ങൾ എതിർ കണ്ടോണ്ടില്ലേ. പിന്നെ ഓണ് ഖുർആൻ ഓതിട്ട് എന്തൊരു ഉപകാരമായിട്ടിക്കര് നബി തങ്ങൾ ചൊല്ലതായിട്ടിക്കര്. എത്രമാ ഖുർആൻ ഓതുരാൽമാരുള്ള ആ ഖുർആനെ അവർക്ക് ശാപവയ്ക്കര് ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. ഒരിക്കലും ഖുർആൻ ഓതുമ്പത്തുകു കാൽ നീട്ടിട്ട് ഖുർആൻ ഓതുന്നു കുത്തിരാം. പേപ്പർ ന്യൂസ് പേപ്പർ ഇങ്ങനെ വായിക്കും പോലെ പിന്നെ ഒരു കയ്യിൽ കിത്തി ഖുർആൻ പിടിച്ചിട്ട് ഇങ്ങനെ ഓതുന്നതല്ല ഖുർആൻ ചൊല്ലത്. ഖുർആൻ അത്രയും ഗൗരവത്തിലും അത്രയും മഹത്വം കൊടുത്തിട്ടായിട്ടിക്കര് ഖുർആൻ ഓതുന്നു കൊല്ലത്. അല്ലെങ്കിൽ അവർ സോപ്പത്തിൽ വെച്ചിട്ട് ചാഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പറാ അല്ലെണ്ടെങ്കിൽ മൊബൈലുള്ള മെസ്സേജ് ഓതും പോലെ ഓതുന്നു കൊല്ലതല്ല ഖുർആൻ ചെന്നുണ്ടെങ്കിൽ. ചാഞ്ഞിട്ട് ഓതുന്നു കൊല്ലതല്ല ഖുർആൻ ചെന്നുണ്ടെങ്കിൽ. ഖുർആൻ ചെന്നുണ്ടെങ്കിൽ തല തക്കുപാടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു നിങ്ങൾക്ക് ബുൾപ്പ് വണ്ടിയിലുണ്ടെങ്കിൽ ബുൾപ്പിട്ടങ്ങളെ പോലെ ആക്കിയിട്ടാണെങ്കിലും ഖുർആൻ ഓതുന്നു ചൊന്നിട്ടായിട്ടിക്കര് അത്രയും വലിയ ഒരു പവറുള്ള ഒരു വിഷയമായിട്ടിക്കര് ഖുർആൻ ഓതുകയെ ചൊല്ലത്. അപ്പൊ ഖുർആൻ ഓതുമ്പത്തുകു ഞങ്ങ അശ്രദ്ധ ഉള്ള ആൾമാരായി പോയെങ്കിലും ഞങ്ങളെ അത് പരാജയത്തുകളില് ഏറ്റവും വലിയൊരു കാരണമായിട്ടിക്കോ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളെട്ടിക പിടിപ്പാട്ട്. ഇന്നൊരുത്തക്ക് ഖുർആൻ ഓതുനക്ക് തരില്ലുണ്ടെങ്കിൽ പുറത്തെ ഖുർആൻ ഓതുകയെ തരില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിന് മുത്തുണുകയെങ്കിലും സുന്നത്തുണ്ടോ ചൊന്നിട്ടായിട്ടിക്കര്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഡെയിലി ഖുർആൻ എടുത്തിട്ട് ഓതു മാത്രല്ല ഒന്ന് മുത്തു ഹാദാ അഹദു റബ്ബി ഇതിനെ റബ്ബുടെ പലക്കായിട്ടിക്കര് ഇതിനെ റബ്ബുടെ കരാറുമായിട്ടിക്കര് ചൊന്നിട്ടു ഇങ്ങനെ ആ ഖുർആൻ എടുത്തിട്ട് മുത്തു ചൊന്നിട്ടായിട്ടിക്കര് മഹാന്മാരായ ഇമാമിങ്ങ പിടിപ്പാട്ടാർ. അതേപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും എല്ലാ ഖലീഫമാരും അതേപോലെ ഒരു നാളും ഖുർആൻ ഓപ്പൺ ആക്കിയിട്ട് നോക്കാത്തൊരു നാളില്ല. ഞങ്ങ വെറും റമദാനിൽ മാത്രമായിട്ടിക്കര് ഖുർആൻ ഓതിരെ ചൊമ്മാൽമാരുള്ളാർ. അത് റമദാനിക്ക് മാത്ര സീമിതാക്കണക്കുള്ളതല്ല ഖുർആൻ ചൊല്ലുണ്ടെങ്കിലും. ഖുർആൻ ചൊല്ലുണ്ടെങ്കിൽ എല്ലാ സന്ദർഭത്തിലും എല്ലാ നാളും ഓതുന്നുകൊള്ളേ ഒരു പടച്ചെറുപ്പുടെ ഗ്രന്ഥമായിട്ടിക്കര് ഖുർആൻ ചൊല്ലുണ്ടെങ്കിൽ അതാരും മറന്നു പോണ കുത്തിര റമദാൻ തീഞ്ഞിട്ടായെങ്കിലും ഡെയിലി നാണ് ഇത്ര പേജ് ഖുർആൻ ഓതുരാ ചൊന്നിട്ടു ഞങ്ങ നീയത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നീയത്തുക്ക് ഞങ്ങൾ ഒരു കൂലി തണ്ട മാത്രമല്ല അതിന്റെ കാരണത്തില് ഞങ്ങള് ദുനിയാവും ആഖിറവും സലാമത്താവുന്ന സാധ്യത ഉണ്ട്. മാത്രല്ല ഒരു മനുഷ്യന്മാർ യാരത്തെ മനുഷ്യന്മാരും മൂന്ന് വിഷയത്തില് ഗഫ്ലത്തായിട്ടിക്കര് ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. യാരത്തെ ആൾമാരും മൂന്ന് വിഷയത്തില് അശ്രദ്ധ ഉള്ള ആൾമാരായിട്ടിക്കരാറ് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു അൽ ഗഫ്ലത്തു ഫീ സലാസ്
ഒന്നു അൽ ഗഫ്ലത്തു അൻ ദിക്രില്ല, അള്ളാഹുടെ ദിക്റ് തൊട്ടിട്ടു ദിക്ർ ചൊല്ലിയതിനെ തൊട്ടിട്ടു ആൽമാർ യാറത്തെ ആൽമാറും അശ്രദ്ധയായി പോയാറ് ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. പടച്ചറപ്പുടെ ദിക്ർ ആർക്കും നനപ്പില്ല, കാലി ജോലി മാത്രമായിട്ടിക്കര് ജീവിതത്തിൽ കാണ്ട് ദിക്ർ ചൊല്ലത് ഒരു മനുഷ്യരുടെയും മനസ്സിലില്ലാണ്ട് അശ്രദ്ധയായി പോയാറ് ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആൻ ചൊല്ലി ഇന്നഹു കാന അബ്ദൻ ശക്കൂറ ചൊന്നിട്ടായിട്ടിക്കര് ഖുർആൻ ചൊല്ലി. നല്ല ശുക്റുള്ള ആള് ചൊന്നിട്ടായിട്ടിക്കര് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് ഖുർആൻ ചൊല്ലി. നല്ല ശുക്റുള്ള ആള് ചൊന്നിട്ടായിട്ടിക്കര് ഖുർആൻ ചൊല്ലി. എന്ത് കൊണ്ടുണ്ട ഇത്രയും നല്ല ശുക്റുള്ള ആള് നൂഹ് നബി അലൈഹി ഇസ്ലാം ആവണു? കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാം ഇതാ അക്കല, നൂഹ് നബി അലൈഹി ഇസ്ലാം തിന്നണ്ടെങ്കിൽ അൽഹംദുലില്ലാ ചൊല്ലും. ഞങ്ങ ഒരു നാൾക്ക് എത്ര പട തിന്നട, എത്ര പട അൽഹംദുലില്ലാ ചൊല്ല. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ സമുദായത്തില് യാറത്തെ ആൽമാറും 3 വിഷയത്തിൽ അശ്രദ്ധയായിട്ടിരിക്കാറ്. അതിൽ ഒന്നും അള്ളാഹുടെ ദിക്ർ തൊട്ട് അശ്രദ്ധയായിട്ടിരിക്കും. ഞങ്ങ തിന്നണ്ടെങ്കിൽ എത്ര പട ഇണ്ടിപ്പ ഞങ്ങ അത്താലുണ്ടിട്ടു എത്ര അൽഹംദുലില്ലാണ്ട് ചൊന്നാറ്, എത്ര അൽഹംദുലില്ലാണ്ട് ഞങ്ങൾ ചൊന്ന. അതായിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ചൊന്ന ഇന്നഹു കാന അബ്ദൻ ശക്കൂറ, നൂഹ് നബി അലൈഹി ഇസ്ലാം ഏറ്റവും നന്ദിയുള്ള ആള് ചൊന്നിട്ടായിട്ട് ഖുർആൻ ചൊല്ലി. എന്തേ കാരണം? ഒന്നു നൂഹ് നബി അലൈഹി ഇസ്ലാം എപ്പോഴും എന്ത് തിന്നണ്ടെങ്കിലും തിന്നിട്ടാൽ പിന്നെ അൽഹംദുലില്ലാണ്ട് ചൊല്ലും. അതേപോലെ വഇദാ ശരിബ, ഇനി കുടിച്ചിട്ടായെങ്കിൽ അപ്പം അൽഹംദുലില്ലാ, അപ്പം അൽഹംദുലില്ലാണ്ട് ചൊല്ലും. അതേപോലെ ഡ്രസ് ഇട്ടുണ്ടായെങ്കിലും അൽഹംദുലില്ലാണ്ട് ചൊല്ലും. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും യൂസ് ആക്കുന്ന ഒരു വിഷയമായിട്ടിരിക്കരുത്. അതേപോലെ നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ ടോയ്ലറ്റിന് മാത്രം പോയിട്ടല്ല ബന്ധുണ്ടായെങ്കിൽ, ആവശ്യത്തെല്ലാം പൂർത്തിയാക്കി ബന്ധുണ്ടായെങ്കിൽ അപ്പവും അൽഹംദുലില്ലാണ്ട് ചൊന്നിട്ടായിട്ടിരിക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ധരിച്ചിട്ട് ഇമാമിങ്ങ പഠിപ്പാട്ടാറ്. അപ്പൊ ഇത് ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾക്കിടെ ഒരു വിഷയമായിട്ടിരിക്കരുത്. ഞങ്ങ ഒരു നാൾക്ക് എത്ര പട്ട തങ്ങ തിന്നിടാം, റമദാനിലല്ല അല്ലാത്ത ടൈമിൽ എത്ര പട തങ്ങ തിന്നിടാം, എത്ര പട തിണ്ട, എത്ര പട തങ്ങ അൽഹംദുലില്ലാണ്ട് ചൊന്ന, എത്ര പട തങ്ങ അൽഹംദുലില്ലാ ചൊന്ന. ഞങ്ങളെ ഹൃദയത്തിക്ക് നെഞ്ഞി കൈവച്ചിട്ട് ഞങ്ങൾ തിങ്കാക്കണമായ ഒരു വിഷയമായിട്ടിരിക്കരുത്. കാരണം ഇത്രയും തിന്നൊടുക്കും ഞങ്ങൾക്ക് റബ്ബ് ഭാഗ്യം തന്ന ആയെങ്കില സ്തുതിക്കൊണുകുല്ലേ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ഇത് മറക്കൊണു കുത്തിയറ. ഒന്നു തിണ്ടണ്ടെങ്കിൽ അൽഹംദുലില്ലാണ്ട് ചൊല്ലണു മറക്കൊണു കുത്തിയറ. അതേപോലെ കുടിച്ചുണ്ടായെങ്കിൽ എത്ര തങ്ങ കുടിച്ചുണ്ടായെങ്കിലും എന്ത് തങ്ങ കുടിച്ചുണ്ടായെങ്കിലും അൽഹംദുലില്ലാണ്ട് ചൊല്ലണു മറക്കൊണു കുത്തിയറ. അതേപോലെ ഡ്രസ് ഇട്ടിട്ടായാൽ പിന്നെയും അൽഹംദുലില്ലാണ്ട് ചൊല്ലണു മറക്കൊണു കുത്തിയറ. അതേപോലെ ടോയ്ലറ്റ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പവും പടച്ചുറപ്പെട്ട് ഞങ്ങൾ മറക്കൊണു കുത്തിയറ. അൽഹംദുലില്ലാഹില്ലദീ എന്നിട്ട് ചൊല്ലേ അദഹബ അന്യൽ അദാ വഅഫാനി ചൊല്ലിട്ട് ആ ദിക്റും ഞങ്ങൾ മറന്നു പോണു കുത്തിയറ. കാരണം അതിലെ പവറുള്ള കുന്തവിടെ പാച്ചുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ടോയ്ലറ്റ് പോണ്ടത് ബന്ധാവും, ബന്ധാമത്ത് കട്ടിക്കൽ കുന്തവിടെ പവർ എന്തിനു ചൊന്നിട്ട് അപ്പായിട്ടിക്കല് ബയറിനും പോലവും. അതേപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൂട്ടിയ വേണ്ടത് വേണം, അഡ്മിറ്റ് ആക്കുന്നത് വേണം. അപ്പായിട്ടിക്കൽ അതിലെ പവർ കുന്തവിടെ. അതേ സന്ദർഭത്തിൽ ടോയ്ലറ്റിൽ പോയ സാധിക്കും അല്ലാഹു തആല ഞങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോഡ് ആക്കണം. ഇതെല്ലാം പടച്ചുറപ്പെടെ നിയമത്തായിട്ടിക്കല്. അപ്പൊ എപ്പോഴും പടച്ചുറപ്പെടെ ദിക്ർ എന്താവണ കുത്തിയറാ. പ്രത്യേകമായിട്ടും ഈ ഒരു സന്ദർഭത്തിലെല്ലാം മറക്കൊണു കുത്തിയറാ ചൊന്നിട്ടായിട്ടിക്കല്. മഹാന്മാരായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പോലെയുള്ള ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ചിട്ട് ചൊല്ലാറ്. രണ്ടാമത്തെ അശ്രദ്ധ ഞങ്ങളിലുള്ള ഇത് ചെന്നിട്ടുണ്ടെങ്കിൽ മില്ലദുൻ അൻ യുസല്ലിയ സുബ്ഹ ഇലാ തുലൂഇ ശംസ്, സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കുന്നിടത്തോളം ചൊമ്മത്തെ ആൾമാറും അശ്രദ്ധ ആൾമാരായിട്ടിരാറ് ചൊന്നിട്ടായിട്ടിക്കര്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി നിസ്കരിച്ച സുബഹി നിസ്കരിച്ചിട്ട് ഇപ്പൊ ചൊമ്മ ആൾമാർ ഓടിയാറ് എന്തിനേക്കൊന്നുണ്ടാ ഉറങ്ങണു. എന്തേ പിന്നെ സ്വർത്ത് മുഖത്ത് നല്ല പിന്നെ എനർജി കിട്ടണം വേണ്ടിയിട്ടിക്കര് പോയിട്ട് ഉറങ്ങട്ടെ. യഥാർത്ഥത്തിൽ ഈ ഉറക്ക് ഏറ്റവും മോശമായ ഉറക്കായിട്ടിക്കര്. ഈ ഉറങ്ങിടങ്ങ ഗഫ്ലത്തായ ആൾമാർ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി ഈ ഉറക്ക് ഒരിക്കലും ഉറങ്ങണു കുത്തിയറാ ചൊന്നിട്ടായിട്ടിക്കര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഒരു ഉറക്കായിട്ടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നാളും സുബഹി നിസ്കരിച്ചിട്ട് ലുഹാത്തെ ടൈമത്തോലും ഇൽമുടെ മജ്ലിസ് ആക്കിയിട്ട് സ്വഹാബത്തിന്റെ ഇടയിൽ ഇൽമായിട്ട് ഇങ്ങനെ കൂടിയൊണ്ടിട്ട് ചൊന്നിട്ടായിട്ടിക്കരും ഹാന്മാരായ സ്വഹാബത്ത് ഞങ്ങളിട്ടിക്ക പഠിപ്പാട്ട്. അപ്പൊ അത്രയും നല്ലൊരു ടൈമായിട്ടിക്കര് സുബഹി നിസ്കരിച്ചിട്ട് ആ ലുഹാത്തെ ടൈം ചൊല്ലത്. സൂര്യ ഉദിച്ചാൽ പിന്നെ ഉറങ്ങൊരു തൊന്തരില്ല, ഒരു പ്രോബ്ലമും ഇല്ല. അതേ സന്ദർഭത്തിൽ ആ സുബഹി നിസ്കരിച്ചിട്ട് ആ സൂര്യ ഉദിക്കുന്നോടത്തോളത്തിലുള്ള ടൈമും അത് ഏറ്റവും നല്ലൊരു ടൈമോ ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒർക്ക സുബഹി നിസ്കരിച്ചിട്ട് ഔത്തുക്ക് പോയിട്ട് മൗലു ഫാത്തിമ റളിയല്ലാഹു അൻഹ അയ്മ
തെല്ല് ചരിഞ്ഞിട്ട് കിടന്നിട്ടുണ്ട് ഇങ്ങനെ. അപ്പൊ ചരിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല, ചരിഞ്ഞിട്ട് കിടന്നിട്ടുണ്ട്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മോലെ വിളിച്ചു, യാ ബുനയ്യ യാ ബുനിയത്ത യാ ബുനയ്യത്ത ഖൂമി ഇശ്ഹദി റിസ്ഖ റബ്ബിക്. മോലെ നീന് ഒന്ന് എനിക്ക് പടച്ചറബുടെ റിസ്ക് അല്ലാഹു തആല സപ്ലൈ ആക്കുന്ന ടൈം ആയിട്ടിക്കരും. ആ കാരണത്തില നീ എനിക്കൊണു നീ കിടക്കൊണു കുത്തിയ ഈ ടൈമിലും വല തകൂനി മിനൽ ഗാഫിലീൻ, നീന് അശ്രദ്ധയുള്ള ആൾമാരായി പോവണ്ട. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൂര്യ ഉദിക്കരെയും മാബൈന തുലുയിൽ ഫജ്ർ ഇലാ തുലുയി ശംസ്, സുബഹി നിസ്കരിച്ചാൽ പിന്നെ സൂര്യ ഉദിക്കരോടത്തോളം പടച്ചറബുടെ റിസ്ക് അല്ലാഹു തആല സപ്ലൈ ആക്കുന്ന ടൈം ആയിട്ടിക്കര്. ഈ ടൈമിൽ നീನು കിടന്നുറങ്ങണം കുത്തിയറാം. കിടന്നുറങ്ങിയിട്ടെങ്കിൽ നീന് ഗഫ്ലാൻമാരായി പോണ്ടേ, അശ്രദ്ധുല്ലാൽമാരായി പോണ്ടേ ചെന്നിട്ടായിട്ടിക്കര്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശത്തെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അയലെ കിതാബിലു രേഖപ്പെടുത്തി വെക്കരും. അപ്പൊ ഞങ്ങളെ സ്വമ്മത്തെ പെണ്ണിങ്ങും ഈ ടൈമിൽ ഉറങ്ങയുടെ പെണ്ണിങ് ആയിട്ടിക്കരും. സുബഹി നിസ്കരിക്കരെ ഒരു ഉറക്കായിട്ടിക്കര്. അല്ലാണ്ടെങ്കിൽ മെൻസസ് ആയിട്ടെങ്കിൽ പിന്നെ വിഷയം കേൾക്കണ്ട. മെൻസസ് ഉള്ള പെണ്ണിങ് ഉണ്ടായെങ്കിൽ സുബഹിക്ക് എനിക്കൊണെങ്കിൽ എനിക്കിരമേ 8 ഗಂಟೆ ആയിട്ടിക്കര്. സ്കൂൾക്ക് പോണ്ട ടൈം ആകുമ്പോൾ ആയിട്ടിക്കര് എനിക്കര്. ഇങ്ങനെ എന്നുണ്ടെങ്കിൽ ഔത്തുലല്ലാഹു തആല ബർക്കത്ത് തരല ചെന്നിട്ടായിട്ടിക്കര്. ഔത്തുലല്ലാഹു തആല ബർക്കത്ത് തരല. മഹാനായ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ, ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ എപ്പോഴും സുബഹി നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതും. എവിടത്തോലും സൂര്യ ഉദിക്കരോടത്തോലും ഖുർആൻ ഓതും. സൂര്യ ഉദിച്ചാൽ പിന്നെ ആയിഷ ഉമ്മ പോയിട്ട് തെല്ല് കിടക്കൂ ചെന്നിട്ടായിട്ടിക്കര്. മഹാന്മാരായ ഇമാമിങ്ങ വെളിപ്പാട്ടാറ്. ആ കാരണത്തില് ഈ ഒരു സന്ദർഭ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തില് ഗഫ്ലത്തായിട്ട് പോണ കുത്തിയറാം, അശ്രദ്ധുല്ലാൽമാരായി പോണ കുത്തിയറാം. ഈ ഒരു സന്ദർഭത്തെ ഞങ്ങ മിസ്യൂസ് ആക്കണ കുത്തിയറാം. അത്രയും നല്ലൊരു ടൈം ആയിട്ടിക്കര് സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കരോടത്തോളത്തുള്ള സമയ. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അയാള് തന്റെ മോണ്ടിട്ടിക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം ഇതായിട്ടിക്കര്, ലാ തകൂനന്ന അഅജസ മിൻ ഹാദദ്ദീൻ. മോനെ നീനൊരു കോലിലെ കാണ ഏറ്റവും ലോ ക്ലാസ് ആള് നീനാവനു കുത്തിയറാ ചെന്നിട്ടായിട്ടിക്കര്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മോണ്ടിട്ടിക്ക് ചൊല്ലി കോലിലെ കാണ കോലിയുടെ കാണ ലോ ക്ലാസ് ആൾമാർ നീ അവന് കുത്തിയറാ ചെന്നിട്ടായിട്ടിക്കര്. കാരണം എന്ത്, ഈ കോലി സുബഹിക്ക് ಬೇಗ എണിക്കര് ആയെങ്കില നിന്റെ വറക്ക് നിന്റെ ബുട്ടിട്ടില്ല. സുബഹിക്ക് ಬೇಗ എണിച്ചിട്ട് കോലി ഇങ്ങനെ കൂക്കൊണു തുടങ്ങരുത് ആയെങ്കില നീനിങ്ങനെ കിടന്നോണ്ടേവില്ല. ഇത് കോലിലെ കാണ ലോ ക്ലാസ് ആയിട്ടിക്കര്. ആ കാരണത്തില നിക്ക് അല്ലാഹു തആല ഇത്രയും ബുദ്ധി അല്ലാഹു നിക്ക് തന്നിട്ട് നീന് കോലിലെ കാണ ലോ ക്ലാസ്സിലെ ആളാവന് കുത്തിയറാ ചെന്നിട്ടായിട്ടിക്കര്. മഹാനായ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ മോണ്ടിട്ടിക്ക് കൊടുത്ത ഉപദേശം ഉണ്ടായെങ്കിൽ ഇങ്ങനെ ധാരാളമായിട്ടും ചൊല്ലുകൊണ്ട് സലഫ് സ്വാലിഹീങ്ങളായ പെണ്ണിങ് ആവട്ടെ ആണിങ്ങാവട്ടെ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്കരോടത്തോളം അങ്ങ് വറഞ്ഞോണ്ടില്ല എന്ന് ചെന്നിട്ടായിട്ടിക്കര്. ചരിത്ര അത് സാക്ഷിയായിട്ടിക്കര്. പായ കാരണത്തില് ഈ ഒരു വിഷയത്തിൽ അങ്ങ് അശ്രദ്ധയായി പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തില് വലിയൊരു നഷ്ടമായിട്ടിരിക്കും അങ്ങ് അനുഭവിക്കര്. വലിയൊരു ജീവിതത്തില് ബർക്കത്തില്ല ചെന്നിട്ടായിട്ടിക്കര്. ആര് ചൊല്ലേ നുബുവത്തിനാവ് കൊണ്ട് ഒരു കലവും ചൊല്ലാത്ത നേതാവായിട്ടിക്കര്. ഞങ്ങളെ പഠിപ്പാട്ടം പറ്റും. ഈ വിഷയ റമദാനിൽ മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും ഞങ്ങ ജീവിതത്തില് ആദത്താക്കി പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങ ജീവിതത്തില് അതിൽ റൂഢിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും നല്ല ഞങ്ങളെ മക്കളെ ഭവിഷ്യത്തിലും നല്ല. ഞങ്ങ ഇവിടെ ചൊമ്മ ഉസ്താദുമാരെ കംപ്ലൈന്റ് എന്തിനാ ചെന്നിട്ടുണ്ടെങ്കിൽ മക്ക പറമ്പത്തുകു ചൊമ്മ മക്ക പറമ്പത്തുകു ഇവിടെ ലേറ്റ് ആയിട്ടിക്കര്. മദ്രസ പറമ്പത്തുകു ലേറ്റ് ആയിട്ടിക്കര്. കാരണം കേൾക്കുമ്പത്തുക പിന്നെ ഉസ്താദെ ഉമ്മ മേണിക്കര് 7 ಗಂಟೆ ആകുമ്പത്തുകു ചെന്നിട്ടായിട്ടിക്കര് മക്കളെ കംപ്ലൈന്റ്. ഉമ്മ മേണിക്കര് 7 ಗಂಟೆಗೆ ചെന്നിട്ടായിട്ടിക്കര് മക്ക കംപ്ലൈന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ആരായിട്ടിക്കര് ഈ ഉസ്താദ്മാർ പറയണേ. അപ്പൊ അങ്ങനത്തെ അവസ്ഥയായിട്ടിക്കര് ചൊമ്മ ഔത്താൽമാർ ഇങ്ങനെ ആയിട്ടിക്കര്. യഥാർത്ഥത്തില ഒരു ബർക്കത്തും അങ്ങനത്തെ ഔത്തിലിക്കലാ ചെന്നിട്ടായിട്ടിക്കര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിക്ക്. മൂന്നാമത്തെ ഒരു വിഷയം അശ്രദ്ധ ഇല്ലാണ്ടാവുന്നത്, ഒരു മനുഷ്യക്ക് കട ഇങ്ങനെ ഉണ്ട്, കട എന്നിട്ട് പോലും കെയർലെസ് ആയിട്ടിക്കര്. ഇത് ഏറ്റവും ഡേഞ്ചറസ് ചെന്നിട്ടായിട്ടിക്കര്. കട ഇങ്ങനെ ഓണ് കൂടിയോണ്ടുണ്ടോ, കട ഇങ്ങനെ പിന്നെയും കടെടുത്തോണ്ടില്ല, പിന്നെയും കടെടുത്തോണ്ടില്ല. എന്നിട്ട് ഓണൊരു ഗഫ്ലാൻ ആയിട്ടിക്കര. ഓണക്ക് ഒരു കണക്കേ അല്ല ആ കടത്തെ വീടുകൊണ്ട് കൊണ്ട് ആ കടത്തെ കൊടുക്കണമെന്ന് ചൊല്ലേ ആ ഒരു തിങ്കിങ്ങേ ഇല്ല. ഇത് ഏറ്റവും വലിയ ഡേഞ്ചറസ് ചെന്നിട്ടായിട്ടിക്കര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി ഹദീസ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാൻ ചൊല്ലി കിതാബിലു ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ട് അല്ലാഹു തആല ഞങ്ങൾ ആരെയും ഗാഫിലായ ആൾമാരെ കൂട്ടത്തിൽ പെടുത്താണ്ട് എപ്പോഴും നല്ല ഉണർവുള്ള നല്ല എസർത്തുള്ള ആൾമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹിയും അതേപോലെ സൂര്യ ഉദിക്കരോടത്തോലുള്ള എല്ലാ നാളും പടച്ചുറപ്പെ ആ റിസ്കിനെ സപ്ലൈ ആക്കുന്ന സന്ദർഭത്തിൽ നല്ല ഉണർവയോടുകൂടെ ആ ഒരു സന്ദർഭത്തെ വെൽക്കം ആക്കുന്നു. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.